ജലനിരപ്പ് 31 അടി കൂടി താഴ്ന്നാൽ മൂലമറ്റം പവർ ഹൗസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും നിശ്ചലമാകും. നിലവിലെ സ്ഥിതിയിൽ പരമാവധി 28 ദിവസം കൂടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളം മാത്രമാണ് ഡാമിലുള്ളത്. ഡാമിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ജലനിരപ്പ് ഇതിലധികം താഴ്ന്നത് 1976-ലും 1996-ലുമാണ്. 76-ൽ 2311.82 അടിയും 96-ൽ 2311.92 അടി വരെയായിരുന്നു വെള്ളം. ഡാമിൽ ബുധനാഴ്ചത്തെ ജലനിരപ്പ് 2312.32 അടിയാണ്. 2280 അടി വരെയുള്ള വെള്ളം മാത്രമാണ് വൈദ്യുതി ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ജലനിരപ്പ് 31 അടി കൂടി താഴ്ന്നാൽ മൂലമറ്റം പവർ ഹൗസിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ടണലിന് താഴെയെത്തും. ഇതോടെ വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായും നിർത്തിവെക്കേണ്ടി വരും. ഡാമിന്റെ അടിത്തട്ടിലേക്ക് ചെല്ലുന്തോറും സംഭരണശേഷി കുറഞ്ഞു വരുന്നതിനാൽ നിലവിലുള്ള 31 അടി വെള്ളം പരമാവധി 28 ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിനാൽ നിലവിൽ 8 ദശലക്ഷം യൂണിറ്റിലധികം വൈദ്യുതിയാണ് ദിനംപ്രതി ഇടുക്കിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഡാമിലെ ജലനിരപ്പ് കുറവായതിനാൽ വൈദ്യുതി ഉൽപ്പാദനം കുറച്ച് ജലനിരപ്പ് നിലനിർത്തുകയാണ്. ജൂണിൽ മഴയെത്തിയാലും ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ച് ജലനിരപ്പ് ഉയരാൻ 15 ദിവസമെങ്കിലും കഴിയും. മഴ ദുർബലമാണെങ്കിൽ സംസ്ഥാനം കടുത്ത വൈദ്യുതി പ്രതിസന്ധി നേരിടുമെന്ന് KSEB ഉദ്യോഗസ്ഥർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.